കാടിൻ്റെ ചുറ്റിലാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് മഴക്കാലത്തൊരു കുളി, നമ്മൾ കുളിക്കാൻ പോയൊരു കഥയാണ്. കുളിക്കാൻ പോയത് നമ്മുടെ അടുത്തുള്ള എടപ്പാൾ അടുത്തിട്ടുള്ള മനമക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു കാടിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി വൈബിലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അരുവികളൊക്കെ ഇങ്ങനെ വന്നിട്ടാണ്. ഒരു അരുവികളൊക്കെ ഇങ്ങനെ നേരെ കുളത്തിൽ നിന്നും പിന്നീട് അരുവികൾ പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നത് ഞാനും സനൂപേട്ടനും സൂരജുമാണ്. അപ്പോൾ സനൂപേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, അരുവികളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ആ വഴി കാണിക്കാനും. പിന്നെ ഞാനും ഇങ്ങനെ നടക്കുന്നുണ്ട്, വായു എന്ന് പറയുന്നുണ്ട്, വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ആ വഴി ഭയങ്കര എന്താ പറയുക, നല്ലൊരു അടിപൊളി വഴിയായിട്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ പോകണം. ഒരു പ്രത്യേകതരം ഒരു വഴി, കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട്. പക്ഷേ നല്ല രസമുള്ളൊരു വഴിയാണ്. കുറേ കാര്യങ്ങൾ ഞാൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട് സനൂപേട്ടനോട്. ഇങ്ങനെ വഴി കൂടെ അങ്ങനെ പോയിട്ട് കുറച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ വീഡിയോയിൽ തന്നെ. ഒരു മൂലയിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ സൂരജിൻ്റെ അടുത്താണ്, സൂരജിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. സൂരജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞായറാഴ്ച ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കുളിക്കാന്നുള്ളത്. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഒരു ഫുള്ള് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ്. പക്ഷെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു ഇത് കണ്ട കുളം കണ്ടില്ലേ. ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ അവരിങ്ങനെ കുളിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ വന്ന ആളുകളുടെ ചാടാൻ പോവാണ് ഗൈസ്. ഇതാണ് കുളത്തിന്റെ ആള് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുളമാണ്. ഓക്കെ, അതിന് ചാടിക്കോ. ഗൈസ്, സൂരജ് ചാടാൻ പോവാണ് ഗൈസ്. സൂരജ് സൂരജ് ചാടാ, രണ്ടാളും ഒരുമിച്ച് ചാടിക്കോ. ചാടി ഇവിടെ ഡൈനിങ് ടേബിളാണ്. ഇത് കുടിവെള്ളമാണ്. ഇവിടെ ചാടാൻ പാടില്ല. കുടിവെള്ളം ഉണ്ടോ? എവിടെ കുടിവെള്ളമാണ്, പിന്നെ നല്ല ശുദ്ധജലം, തടാകം. കിടക്ക് 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 കിടക്ക്.
ഈ അരുവി നിങ്ങൾ കണ്ടില്ലേ? ഇതാ അവിടുന്ന് വരുന്ന ഇതാണ്. ആ വെള്ളത്തിന് തടഞ്ഞു നിർത്താണ് ടൂറിസം സ്ഥാനമായിട്ട്. കണ്ട ഒരു തുള്ളി വെള്ളം ഒലിച്ചു പോണില്ല. ഒരു തുള്ളി വെള്ളം ഒലിച്ചു പോണില്ല. ഉണ്ടോ ഗൈസ്? ഗൈസ് ഇത് അവിടുന്ന് വരുന്നതാണ് ഗൈസ്. അവിടുന്ന് വരുന്നതാണ് ഗൈസ്.